നമുക്കിന്നൊരു നൊസ്റ്റാൾജിയയിലേക്ക് പോയാലോ. അത് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് വരാം. കട്ട്ലറ്റിനായിട്ട് ആദ്യം ചിക്കൻ എടുത്ത് വെച്ചു, മുറിച്ച് സെറ്റാക്കി, കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിലിട്ട് 1-2 വിസിലൊക്കെ കേൾപ്പിച്ചെടുത്തു. ആ ടൈമിൽ തന്നെ ഉരുളക്കിഴങ്ങും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. കൂടെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വീണ്ടും വിസിൽ കേൾപ്പിച്ചു. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ബാക്കി പിന്നെ സവാള, പച്ചമുളക്, മല്ലിയില ഇവയെല്ലാം മുറിച്ച് ചെറിയ ചെറിയ കുനുകുന അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റി, അതിനോടൊപ്പം തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മറ്റുമെല്ലാം ചേർത്തിട്ട് അതിലേക്ക് അതിനോടൊപ്പം തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രെഡ് ചൂടാക്കി മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം നല്ല പുക വരുന്നുണ്ട്. ഓക്കെ, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ പുട്ടുകുറ്റിയുടെ മുകളിലിരിക്കുന്ന അടപ്പാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിന് കിട്ടും. അതിനോടൊപ്പം തന്നെ മുട്ടയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് ചുറ്റിച്ച് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ല പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി സാധാ പഴംപൊരി അല്ല, ചെറിയ പഴംപൊരി, നല്ല എരിവുള്ള പഴം. അതിനുവേണ്ടി മാവൊക്കെ ക്ലിയറാക്കി മുളക് പൊടിയൊക്കെ ഇട്ട് എരിവുള്ള പഴംപൊരി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതും പെട്ടെന്ന് തന്നെ റെഡിയായി. ഇനിയാണ് ഞാൻ ആദ്യം കാണിക്കാൻ ഉദ്ദേശിച്ച ഷാർജ ഷേക്ക് പണ്ട് നമ്മൾ ഒരുപാട് കുടിച്ചിട്ടുള്ളതാണല്ലേ. അതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി പഴം, പീനട്ട്, പിന്നെ മൈലോ, കുറച്ച് പാല്, പഞ്ചസാര ഇത്രയിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നോമ്പുറക്കാൻ സമയമായി. ഞാനും മോനും കൂടി നോമ്പുറക്കാനിരുന്നു. അങ്ങനെ അടിപൊളി ഷേക്കും പിന്നെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ്.